ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഫ്രൈഡേ രാത്രിയിലെ ഒരു സവാരിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വീട്ടിൽ ഇരുന്നപ്പോൾ കുറേ ദിവസമായി ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്, അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്ക് പുറത്തോട്ടൊന്ന് പോകാം. അങ്ങനെ രാത്രി ഇവിടുത്തെ 10 മണിയായപ്പം ഞങ്ങൾ ഇറങ്ങി നടന്നു. ലുലുവിൻ്റെ ആ സൈഡിൽ കൂടെ, ലുലുവിൻ്റെ ബാക്ക് വശമാണ് ഈ കാണുന്നത് കേട്ടോ. ബാക്ക് വശത്തൂടെ ഞങ്ങൾ നടന്ന് അവിടുത്തെ റൂബി സിറ്റിയൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഊതുകട പുതിയതായിട്ട് തുടങ്ങി. അങ്ങനെ അതിനകത്ത് കയറിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് വെറൈറ്റി ഊതുകൾ കിട്ടുന്ന കടയാണിത് കേട്ടോ. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചൊക്കെ അതൊരു ശകലം പുറത്ത് തേച്ചാൽ ഒരു ദിവസം 2 ദിവസം ഫുള്ള് നടന്നാലും ആ ഒരു സ്മെല്ല് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറത്തില്ല. അത്ര നല്ല ഊത് കിട്ടുന്ന ഒരു പുതിയ കടയാണിത് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ കുപ്പികളുടെ ഡിസൈനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവരാരും ഒന്നും പറഞ്ഞില്ല. ഞാൻ എല്ലാ വീഡിയോസും എടുത്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ ആ കുപ്പികളുടെ ഡിസൈനിങ്ങാണ്. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇറങ്ങി നടക്കുകയാണ് ഗൈസ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം ഒമാനികളും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം നൊയമ്പൊക്കെ മുറിച്ചിട്ട് എല്ലാവരും ഫ്രൈഡേ രാത്രി കുറച്ച് നേരമൊക്കെ വെളിയിലൊക്കെ ഇറങ്ങിയാണ്. ഫ്രൈഡേ ഇങ്ങനെയൊന്നും അല്ല ആൾ കേട്ടോ. റൂബി സിറ്റിയിൽ ഒരുപാട് ആളുകളാണ്. ഇപ്പം ഏകദേശം 10-10:30 മണിയായി. 11 മണിയോട് അടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് നമുക്ക് എന്തായാലും ഇതിലേക്കൂടെ കറങ്ങി നെസ്റ്റോ വഴിയൊക്കെ തിരിച്ചങ്ങ് പോകാമെന്നൊക്കെ പറഞ്ഞ്, പിന്നെ എനിക്കൊരു ചെരുപ്പൊക്കെ മേടിക്കണമെന്നൊക്കെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ അവിടുത്തെ എല്ലാം ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അവരൊക്കെ രാത്രിയിൽ ഒരു സഞ്ചാരത്തിനിറങ്ങി. ഇത് നമ്മുടെ കല്യാൺ ജ്വല്ലറിയാണ്. നമ്മൾ റൂബിയിലുള്ള കല്യാൺ ജ്വല്ലറിയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ സ്വന്തം കുടുംബം കേട്ടോ, മലബാർ ജ്വല്ലറി. അവിടെ നിന്നാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും സ്വർണം പർച്ചേസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് കിട്ടുന്ന ഒരു ജ്വല്ലറി തന്നെയാണത്. നമുക്ക് അവിടുത്തെ ആ ഒരു സ്റ്റാഫുകളുടെ പെരുമാറ്റ രീതി അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് എവിടെ പോയാലും സ്വർണം മേടിക്കാൻ നമ്മൾ അവിടെ തന്നെ തിരിച്ചെത്തും, മലബാർ ജ്വല്ലറിയിൽ കേട്ടോ. നാട്ടിലും എനിക്കിഷ്ടമാണ്. അപ്പം അവിടെ നിന്നൊക്കെ അതൊക്കെ ഒന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ ചേട്ടൻ എനിക്ക് ഷവർമ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത കടയിൽ ചെന്നൊരു ഷവർമയൊക്കെ മേടിച്ചിട്ട് ചേട്ടന് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിന്നുകൊണ്ട് ഭയങ്കര സന്തോഷം. എനിക്ക് 1 മാസത്തിൽ കൂടുതലായി ഷവർമ കഴിച്ചിട്ട്. അപ്പോൾ കഴിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കുന്നത് ചേട്ടൻ വീഡിയോസ് എടുക്കുന്നത്, എനിക്ക് ചിരി വരുന്നു കേട്ടോ. ചേട്ടന് വേണമെന്നൊക്കെ ചോദിക്കുന്നു, വേണ്ടാന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ ചോദിക്കുന്നു, നീ ഓടിപ്പോകുന്നത് ഞാൻ കഴിക്കുമെന്ന് വിചാരിച്ചാണോ എന്ന്. ഞാൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അടുത്തത് നെസ്റ്റോയുടെ അടുത്ത് എത്തി കേട്ടോ. നെസ്റ്റോയുടെ ആ ഒരു ഭാഗത്തെത്തി. നെസ്റ്റോയിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുള്ളത്. അപ്പോൾ അതിനകത്തോട്ട് കയറുകയാണ് നമ്മൾ കേട്ടോ. അപ്പം അതിനകത്ത് പോയപ്പോൾ ഒത്തിരി സൈക്കിളൊക്കെ ഇരിക്കുന്നത്. ഞാൻ എന്നും വിചാരിക്കും കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്ന്. കുട്ടികളുടെ സൈക്കിളാണ് കേട്ടോ. ഏത് മോഡൽ വേണമെങ്കിലും ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ ഇവിടെ വന്ന സമയം തൊട്ട് നെസ്റ്റോയിലെ എല്ലാ ഉൽപ്പന്നങ്ങളും എൻ്റേതായ ഒരു ബജറ്റിനനുസരിച്ച് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും കുഴപ്പമൊന്നുമില്ല, നല്ല സാധനങ്ങളൊക്കെ തന്നെ എല്ലാം കേട്ടോ. തിരിച്ച് ഞങ്ങൾ അവിടെ തുണികളൊന്നും നമുക്ക് എടുത്തില്ല, കാരണം ഇന്നാൾ മേടിച്ചതേ ഉള്ളൂ. തിരിച്ച് നമ്മൾ ഇറങ്ങിയാണ് ലിഫ്റ്റ് വഴി. ചേട്ടൻ ചിരിച്ചുകൊണ്ട് മുമ്പ് ഇറങ്ങിപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞ് നമുക്ക് പോവാം, ലുലുവിൽ പോയാലേ നിനക്ക് ചെരുപ്പ് കിട്ടും എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ലുലുവിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ലുലുവിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ലുലുവിൽ വന്നപ്പോൾ അതിൻ്റെ മുകളിലെ നിലയിലൊക്കെ നല്ല കൊച്ചുങ്ങൾക്ക് കളിക്കാനുള്ള ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സൈക്കിളൊക്കെ കുട്ടികൾക്ക് ഇവിടെ വന്നാൽ ഒരുപാട് സന്തോഷമാണ്. അതിനുശേഷം നമ്മൾ ചെരുപ്പുള്ള സെഷനിലോട്ട് പോവുകയാണ്. പോകുന്ന സൈഡിൽ ഒരുപാട് കച്ചവട സാധനങ്ങളൊക്കെ ഉണ്ട്, കമ്പിളികളും മൊബൈൽ ഷോപ്പും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വീഡിയോസൊക്കെ പിടിച്ച് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. എൻ്റെ ലക്ഷ്യം ചേട്ടനെയും കൊണ്ട് ഇന്ന് എനിക്കൊരു ചെരുപ്പ് മേടിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ട് എൻ്റെ ചോദിക്കുന്നത് നിൻ്റെ പൈസ ഉണ്ടോ കേട്ടോ. പാവം പൈസ എല്ലാം തീർന്നു കിട്ടിയത്. അപ്പോൾ ഞാനും പ്രതീക്ഷിച്ചില്ല എനിക്ക് ചെരുപ്പ് മേടിച്ചിരുന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാനും അങ്ങനെ കൂടെ ഓരോന്നൊക്കെ സോപ്പടിച്ച് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിയിലെ കാഴ്ചകൾ നമ്മുടെ ബജറ്റിനനുസരിച്ച് എല്ലാ ഉൽപ്പന്നങ്ങളും അവിടെ ഇവിടെയൊക്കെ സൈഡിലൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പാവപ്പെട്ടവനും പണക്കാരനൊന്നുമില്ല, എല്ലാവർക്കും അവരവരുടേതായ ബജറ്റിനനുസരിച്ച് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഒരു നേട്ടമുണ്ട് നമുക്ക് ഇവിടെ. വലിയവനും ചെറിയവനൊന്നുമില്ല, എല്ലാവർക്കും ഒരേ സ്ഥാനം തന്നെ ഇവിടെ. അപ്പോൾ ഞങ്ങളങ്ങനെ തുണി സെക്ഷനിലോട്ട് പോകാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, ലുലുവിൽ കയറി കഴിഞ്ഞ ഉടനെ. ചേട്ടൻ അത് പറയുകയും ചെയ്തു, നിനക്ക് ഏറ്റവും മെയിൻ തുണിയാണല്ലോ, മേടിച്ചില്ലെങ്കിലും അതൊക്കെ ഒന്ന് പോയി കാണുക, അതിനകത്തൊക്കെ ഒന്ന് പിടിച്ച് തടവുക, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും മെയിനായ ഉദ്ദേശം. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് ഒന്നും എടുക്കരുത്, വീട്ടിൽ ഇരിക്കുന്ന പോലും ഇനിയും ഇടാനുണ്ട്. ഞാൻ പറഞ്ഞു കാണുന്നതിന് പൈസയൊന്നും കൊടുക്കണ്ടല്ലോ ചേട്ടാ. അങ്ങനെ ഞാൻ എല്ലാവർക്കും ഒന്ന് തട്ടി തടവിയൊക്കെ നോക്കുകയാണ് കേട്ടോ. എടുക്കത്തില്ലെന്ന് എനിക്കും അറിയാം, കാരണം തുണികൾ ആവശ്യത്തിനുണ്ട്. പിന്നെ മേഡം ആണെങ്കിൽ ആവശ്യം പോലെ തുണികൾ എനിക്ക് ഇടാൻ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തുണിക്കൊന്നും ഇപ്പം വലിയ ഒരു ആകാംക്ഷയൊന്നുമില്ല. എല്ലാം ഇട്ടിട്ട് കൊതി തീർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അഹങ്കാരം പറയുകയല്ല, അതിനൊക്കെ ആഗ്രഹമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് യാതൊരു വിഷമമൊന്നും ദൈവം സഹായിച്ച് എനിക്കില്ല.
അപ്പം വീണ്ടും ഞാൻ ചെരുപ്പ് സെക്ഷനിലോട്ട് തന്നെ പോകാനാണ് എനിക്കിഷ്ടം. അപ്പം വീണ്ടും അങ്ങോട്ട് നടന്നു പോവുകയാണ്. ചേട്ടനും അങ്ങോട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്കവിടെ വില കുറച്ചുള്ള ചെരുപ്പ് ഇട്ടുണ്ട്. അപ്പോൾ എനിക്ക് വീട്ടിലിടാനൊരു ചെരുപ്പ് ചേട്ടൻ മേടിച്ചിരുന്നു, ഭയങ്കര പതുങ്ങിയതാണ്. അപ്പം ഞാനിതിൻ്റെ ഒരു ചെരുപ്പ് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ആ കറുത്ത ബ്ലാക്ക് ചെരുപ്പ് എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാൻ ചേട്ടനോട് പറയുന്നു, എനിക്ക് ഇതാണ് വേണ്ടത്, ഇതിൻ്റെ റബ്ബറിന് കട്ടിയുണ്ട്, അടിയിൽ ടൈലിൽ നിന്നാൽ തെറ്റൂല എന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു 1 ദിവസം 2 ദിവസം ആയതല്ലേ ഉള്ളൂ ചെരുപ്പ് മേടിച്ചിട്ട്, അതൊന്ന് തേട്ടെന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് അടുത്ത ഷൂ സെക്ഷനിലോട്ട് പോയി. അപ്പോൾ ഈ ഷൂ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുക. എനിക്കത് വേണമെന്നുണ്ട്, പറയാനും പറ്റുന്നില്ല. കാരണം ഈ ഇടയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതുകൊണ്ട് ചേട്ടൻ്റെ പൈസ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. എന്നിരുന്നാലും വീണ്ടും എനിക്ക് ആ ഒരു ഷൂയിലോട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചേട്ടനെ പോയി വിളിച്ച് കൊണ്ടുവന്ന് വീണ്ടും ആ ഷൂ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് മേടിച്ച് തരൂ ചേട്ടാന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ അടുത്തൊക്കെ നോക്കിയിട്ട് അളവിനുള്ള ഒരു വലുത് എടുത്ത് പിടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അളവിനൊക്കെ ഉള്ള എടുത്ത് മേടിപ്പിച്ചിട്ട് എന്തായാലും എനിക്ക് ആ ഷൂ മേടിച്ച് തന്നു കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇത്രയും രാത്രി നടന്ന് അലഞ്ഞതിനൊരു ഫലമുണ്ടായി. പിന്നെ ബാക്കി ചേട്ടൻ്റെ ഷൂ ഒക്കെ ഇരിക്കുന്ന ഭാഗത്തോട്ട് പോയി. കാരണം ചേട്ടന് ഗുഡ്ലാൻഡ് ചെരുപ്പിനോടാണ് കൂടുതൽ താല്പര്യം കേട്ടോ. ഒരുപാട് വർഷം ലാസ്റ്റ് ചെയ്യും ഗുഡ്ലാൻഡ് ചെരുപ്പ്. ചേട്ടൻ ഇപ്പോൾ മേടിച്ചിട്ട് 5 വർഷം 6 വർഷമായി ഒരു ഗുഡ്ലാൻഡ് ഷൂ. അതിപ്പോൾ എങ്ങനെ ശകലവും കണ്ട് തേയോ കീറിയോ കണ്ട് ചെയ്ത് അതിന് പുതിയത് നോക്കിക്കൊണ്ടിരിക്കാം. നോക്കത്തേ ഉള്ളൂ കേട്ടോ. ചേട്ടന് എന്ത് സാധനങ്ങൾ മേടിക്കണമെങ്കിലും ചേട്ടൻ അത് ചുരുക്കം പിടിക്കും. ചേട്ടന് ആകാംക്ഷയുണ്ടെങ്കിലും ചേട്ടനത് മേടിക്കത്തില്ല. കാരണം അങ്ങനെയാണ്. എൻ്റെ ഇഷ്ടങ്ങൾ കൂടുതലായിട്ട് നോക്കുന്ന ഒരാളാണ്. പക്ഷേ എന്നാലും ഞാൻ നോക്കി വെച്ച് കഴിഞ്ഞാൽ ഞാനത് മേടിപ്പിക്കും, അത് വേറെ കാര്യം. ഞാൻ പൈസ ഇട്ടാലും ഞാനത് മേടിച്ച് കൊടുക്കും. അത് എൻ്റെ ഒരു ഇഷ്ടമാണ് കേട്ടോ. ചേട്ടൻ്റെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം. അങ്ങനെ ഞങ്ങൾ ആ ചെരുപ്പൊക്കെ എടുത്തുകൊണ്ട് തിരിച്ച് ബില്ലടിക്കുന്ന സെക്ഷനിലോട്ട് പോവുകയാണ് കേട്ടോ. ചേട്ടൻ അവിടെയൊക്കെ ടീഷർട്ടൊക്കെ ഇരിക്കുന്ന വില ഭയങ്കര കൂടിയ ടീഷർട്ടാണ് കേട്ടോ. അതൊക്കെ ഓഫർ ഇട്ടിരിക്കുകയാണ്. 50% ഓഫറാണ്. ഈ പെരുന്നാളൊക്കെ വരുമല്ലേ, അതിൻ്റേതാണ്. അപ്പം നമ്മൾ ബില്ലടിക്കുന്ന സെക്ഷനിലോട്ട് പോവുകയാണ് കേട്ടോ. ചേട്ടൻ അവിടെയൊക്കെ എല്ലാം ടീഷർട്ടുകളാണ് നോക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ചേട്ടൻ എടുത്തോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഗമ, കാരണം ചെരുപ്പ് മേടിച്ച് തന്നില്ല. അപ്പോൾ എന്തെങ്കിലും പറയണ്ടേ. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ കുറേ പാത്രങ്ങളുടെ സെക്ഷനൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് മൊത്തവും കുട്ടികളുടെ ഉടുപ്പിൻ്റെ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടം. കുഞ്ഞുങ്ങളുടെ ഉടുപ്പിനോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ്. ഞാനതെല്ലാം ഒന്ന് വീഡിയോ എടുത്തിട്ട് പിന്നെ ഇപ്പോൾ ഈ പെരുന്നാളിനെ അപേക്ഷിച്ച് ഒരുപാട് ഓഫറുകൾ അവിടെ ഇട്ടിട്ടുണ്ട്. നമുക്കതൊന്നും ആവശ്യമില്ല. ഇവിടെ 2 പേരല്ലേ ഉള്ളൂ. അതിനെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇനി ഇറങ്ങാറാവുമ്പം അവിടെ ഈ പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഈ നക്ഷത്രം പോലുള്ള ഒരു ഐറ്റം ഇരിപ്പുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പേരൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ഇവിടുത്തെ ഒരു ആഘോഷത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. പെരുന്നാളിന് എല്ലാവരും വെക്കുന്നതാണ്. ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനതൊക്കെ വീഡിയോസ് എടുത്തു. വീണ്ടും നമ്മൾ ബില്ലൊക്കെ അടിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ് കേസ് കേട്ടോ. ഇനി നമുക്ക് വീട്ടിലോട്ടാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എല്ലാമൊക്കെ കഴിഞ്ഞു. എനിക്ക് സന്തോഷം. എനിക്ക് ചെരുപ്പൊക്കെ കിട്ടി. ചേട്ടനാണ് ഒന്നും മേടിക്കാത്തത്. ഷവർമയും എനിക്ക് മാത്രമാണ് ചേട്ടൻ മേടിച്ചത്. അപ്പം അതീവ സന്തോഷത്തോടെ ഞാൻ കണ്ണുവെച്ച ചെരുപ്പ് തന്നെ എനിക്ക് കിട്ടി. അങ്ങനെ അതീവ സന്തോഷത്തോടു കൂടി നമ്മൾ വീട്ടിലേക്ക് യാത്രയാകാണ്. കുറേ നാളായി ഇങ്ങനൊരു ബ്ലോഗ് എടുത്തിട്ട്. അപ്പം ഞാൻ ചേട്ടനും കൂടെ നടന്ന് കുറേ നടക്കാനുണ്ട് കേട്ടോ. നടക്കുന്നതും ഒരു എനർജി അല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങളങ്ങ് നടക്കുകയാണ്. അപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമായി. ഒരു ബ്ലോഗൊക്കെ എടുക്കാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാഴ്ച നിങ്ങളെയൊക്കെ കാണിക്കണമെന്ന് കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു. റോബിയിൽ ഒരു ദിവസം രാത്രി പോയി ഈ ഒരു കാഴ്ചകളൊക്കെ നിങ്ങളെ കൂടി ഒന്ന് വീഡിയോസ് എടുത്ത് നിങ്ങളുടെ അടുത്തും ഒന്ന് എത്തിക്കണമെന്നൊക്കെ. ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ കാണും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബാബായി. ഓക്കെ, അടുത്ത വീഡിയോ വീണ്ടും കാണാം.